എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നതാണ്, ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ ഈ വിഷയം എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പണ്ടൊക്കെ പെൺകുട്ടികളോട് അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, നീ ഒരു പെണ്ണാണ്, അടങ്ങി ഒതുങ്ങിയൊക്കെ നടന്നുകൊള്ളണം, ചുറ്റും പ്രശ്നക്കാരാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കരുതലൊക്കെ എടുക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ജാഗ്രത കൊടുത്തുകൊണ്ടാണ് വളർത്തുന്നത്. അതൊക്കെ സാമൂഹികമായ പല പ്രശ്നങ്ങളും തന്നെയാണ്. ഇതൊക്കെ മാറിയിട്ട് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു സമൂഹമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു രീതിയിലുള്ള സമൂഹമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ പെൺകുട്ടികളോട് പഴയതുപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഇല്ല എന്ന് തന്നെ പറയാം നിലവിൽ. പക്ഷേ വേറൊരു സാഹചര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, വളർന്നു വരുന്ന ആൺകുട്ടികളോട് അപ്പന്മാരോ അമ്മമാരോ ഒക്കെ പറഞ്ഞു കൊടുക്കണം, നീ ഒരു ആൺകുട്ടിയാണ്, ഇവിടെയുള്ള നിയമങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ നിനക്കെതിരാണ്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഏതെങ്കിലും ഒരു പെണ്ണ് വെറുതെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ അകത്താക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല. ഇത് ആൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരാൻ എന്നുള്ളൊരു സാഹചര്യമാണ്. ഈയിടെ ബാംഗ്ലൂരിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തതും അല്ലെങ്കിൽ അയാളുടെ ഭാര്യയെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ രാജ്യം മുഴുവൻ പ്രചരിക്കുമ്പോഴും, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ 100-1 പോലും ഇത്തരം വിഷയങ്ങൾ ആരും കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്, ഇതിനെന്താണ് പരിഹാരം എന്നുള്ള യഥാർത്ഥത്തിൽ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ എല്ലാം നിറഞ്ഞു നിൽക്കേണ്ട ഒരു വിഷയമാണിത്. ആരും ചർച്ചയ്ക്കെടുക്കുന്നില്ല. ഇനി ആരെങ്കിലുമൊക്കെ ഇത് പറഞ്ഞാൽ തന്നെ അതാർക്കും താല്പര്യമുള്ള കാര്യവുമല്ല. ഈ വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുരുഷ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ അത്യാവശ്യമായിട്ട് സ്ട്രോങ് ആയിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് പോലും, തമാശയല്ല, അത്രമാത്രം പ്രതികൂല അവസ്ഥയിലാണ് ഇവിടെ പുരുഷന്മാർ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമാ നടി എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചാൽ അതിനെ ന്യായീകരിക്കാനായിട്ടൊക്കെ വല്ലാതെ പാടുപെടുന്ന ഈ സോ കോൾഡ് ഫെമിനിസ്റ്റുകളൊന്നും ഇത്തരം വിഷയമൊന്നും ചർച്ച ചെയ്ത് കാണുന്നില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഒരു സ്ത്രീ പറയുകയാണ്, ഒരു പുരുഷൻ എന്നെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ഉപദ്രവിച്ചെന്നോ ഒക്കെ കംപ്ലൈൻറ്റ് ചെയ്താൽ ആ ദിവസം തന്നെ അവൻ മിക്കവാറും ജയിലിലാകും എന്നുള്ളൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അറസ്റ്റ് ഉണ്ടാകും. വെടിയും തീയും പോലെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുക. നേരെ മറിച്ച് ഒരു പുരുഷനാണ് ഇങ്ങനെ ഒരു ആരോപണം നടത്തുന്നതെങ്കിലോ, അതിന് എന്നുള്ളൊരു ചോദ്യമായിരിക്കും പലയിടത്തുനിന്ന് വരിക. അപ്പോൾ ഇത് തിരിച്ച് നടക്കണമെന്നല്ല പറഞ്ഞത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ടൊരു ഇന്റർവ്യൂവിൽ രവിചന്ദ്രൻ സി സാറുമായിട്ട് പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞതാണ്, വാദി തന്നെ ശിക്ഷ വിധിക്കുകയാണ്. ഇവരിങ്ങനെ പറഞ്ഞ് ഒരു പുരുഷനെ അകത്താക്കിയാലും അതിന് ഏത് വകുപ്പാണെങ്കിലും, അത് വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവിനെതിരെ കൊടുക്കുന്നതാണെങ്കിലും, ഇനി അതൊന്നുമല്ല 16 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ, ഈ പറയുന്ന പുരുഷൻ കോടതി കയറി ഇറങ്ങി അല്ലെങ്കിൽ മാധ്യമങ്ങൾ അയാളെ വിചാരണ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഈ സ്ത്രീക്ക് പറയാം, അത് ഞാനന്ന് വലിയ ഓർമ്മയൊന്നുമില്ല പറഞ്ഞതാണ്, ആ പറഞ്ഞത് ഇപ്പം ശരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക്, ആ വാദിക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോരാം. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കണ്ട കേസ് കൊടുത്തത്, അല്ലെങ്കിൽ ഇത്രയും നാൾ ഇയാളെ ഇട്ട് അയാളുടെ ആത്മാഭിമാനം കളഞ്ഞത് എന്നൊക്കെ ചോദിച്ചാൽ അതിനിവിടെ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും ലഭിക്കുന്നില്ല. അതായത് നിലവിൽ ഇവിടെ ഏത് സ്ത്രീക്കും ഒരു പുരുഷനെ സുഖമായിട്ട് തേജോവധം ചെയ്യാം. അതിപ്പോൾ കള്ളക്കേസാണെങ്കിൽ പോലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാം. അതല്ലാതെ ഇയാൾ സമൂഹത്തിലും അയാളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും ഒക്കെ അയാൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഒരുപക്ഷെ അയാൾ ആത്മഹത്യ ചെയ്യാം. അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോരാം എന്നുള്ളൊരവസ്ഥ. അതായത് ഈ ഭൂതകാലത്ത് പല ചൂഷണങ്ങളും ഒക്കെ സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സംരക്ഷണമായിട്ട് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കുന്നവർ കുറവാണ്, ദുരുപയോഗിക്കുന്നവരാണ് കൂടുതലും. കുറേ ഊടായിപ്പ്, വേറൊരു വാക്ക് അതിന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മോശം സ്ത്രീകൾ ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് പുരുഷന്മാരെ ഇവിടെ യഥാർത്ഥത്തിൽ കൊന്നൊടുക്കുകയാണെന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ ആരും ചോദിക്കാനില്ലാത്ത ഒരവസ്ഥ. ഇപ്പൊ നിലവിൽ ഒരുപാട് നടക്കുന്ന കേസുകളാണ്, വിവാഹമൊക്കെ കഴിക്കുന്നു, എന്നിട്ട് ഇവര് വേർപിരിയുന്നു. അതിനുശേഷം ഈ സ്ത്രീ ഏതെങ്കിലും പുതിയ കാമുകന്മാരുടെ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പേ തന്നെയുള്ള കാമുകന്മാരുടെ ഒക്കെ കൂടെ പോയി ജീവിക്കുന്നു. പക്ഷെ ഇവർക്കൊക്കെ ജീവിക്കാൻ വേണ്ട കാശ് കൊടുക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന ബന്ധം വേർപിരിഞ്ഞ ഭർത്താവായിരിക്കും. ഇത് എന്തൊരു തോന്നിയാസ നിയമമാണെന്നുള്ളതാണ്. ഇനി ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ പുരുഷന് ഈ സ്ത്രീയിൽ നിന്നൊരു കൃത്യമായ മോചനം വേണമെങ്കിൽ അവന്റെ ജീവിതകാലം കഴിഞ്ഞിട്ടുണ്ടാകും കോടതി കയറി ഇറങ്ങി. ഇത്രയും വികൃതമായ ഒരു നിയമം വേറെ ഏത് നാട്ടിലുണ്ട്? ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ നൽകിയേക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല സെലിബ്രിറ്റികളും വലിയ സമ്പന്നരായ കായിക താരങ്ങളും ഒക്കെ
അവരുടെ പാർട്ട്ണറും ഒക്കെ ആയിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കും. അതായത് ഭാര്യയായി അല്ലെങ്കിൽ കുട്ടികളായി ഇവർ ഒന്നിച്ച് ജീവിക്കുന്നു, ഇനി നമ്മൾ പിരിയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, കുട്ടികളുടെ അവകാശങ്ങൾ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ഈ രീതിയിലായിരിക്കണം, നിനക്ക് നഷ്ടപരിഹാരമായിട്ട് ഞാൻ ഇത്ര തുകയായിരിക്കും ഒരു മാസം അല്ലെങ്കിൽ വർഷം നൽകുക. ഇങ്ങനെയുള്ള ചില ഉഭയകക്ഷി കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ ഒന്നിച്ച് ജീവിക്കുക. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലോ ഇങ്ങനെ ഒരു പ്രീടം എഗ്രിമെന്റിനൊന്നും ഇവിടെ ഒരു വാലിഡിറ്റിയും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണ്, ഈ പറയുന്ന പോലെ ഒരു കരാർ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നു. ഈ അഡ്വക്കേറ്റുമാർ പറയും ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലും മതി, ഇത് നല്ലതായിരിക്കും അത് നല്ലതായിരിക്കും. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം അവർ പറയും ഇതൊക്കെ ചെയ്തു വെക്കാമെന്നേ ഉള്ളൂ, ഇതിനൊന്നും വലിയ, അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇതിനൊന്നും വലിയ സാധുത ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് കോടതിയിൽ പിന്നീട് ചെല്ലുമ്പോൾ സമ്മർദ്ദത്തിൽ ഈ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ കരാർ എഴുതിപ്പിച്ചതാണ് എന്നൊക്കെ വാദിച്ച് അത് വളരെ എളുപ്പത്തിൽ പൊളിച്ചു കളയാം. എന്നാൽ നേരെ മറിച്ച് പുരുഷനെതിരെയാണ് ഈ കരാറുകൾ മിക്കവാറും വരാൻ സാധ്യതയുള്ളതെങ്കിൽ അപ്പോൾ അവിടെ അത് വാലിഡ് ആവുകയും ചെയ്യുന്ന, ഇങ്ങനെയൊക്കെയുള്ള എങ്ങനെ നോക്കിയാലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് മാത്രം നിൽക്കുന്ന നിയമങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. പക്ഷേ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റായിട്ടും പുരുഷന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഇവിടെയുള്ള നിയമവ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ മൂലം പുരുഷൻ തന്നെ അകത്താകും. തെറ്റും ശരിയും ഒക്കെ ആരുടെ ഭാഗത്താണ്, അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. പുരുഷനകത്താവും, അവന് എല്ലാം നഷ്ടപ്പെടും, അവനെല്ലാം ഈ സ്ത്രീക്ക് കൊടുത്തുകൊള്ളണമെന്നുള്ളത്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാ ഫെമിനിസ്റ്റുകളും ഒക്കെ വാദം ഉയർത്തുമ്പോഴും ഇവർ തന്നെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഞാൻ അബലയാണ്, അയാളുടെ സ്വത്തിൻ്റെ 99% എനിക്ക് വേണം എന്നുള്ള വാദങ്ങളാണ് വരിക. ഇന്ന് സ്ത്രീകൾക്കെല്ലാം ജോലിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തുല്യമായ വരുമാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ തുല്യത വേണം എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു വിവാഹത്തിന് ശേഷം ഈ പുരുഷൻ തന്നെ ചെലവിന് കൊടുത്തുകൊള്ളണമെന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നു, മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിയാലും, അല്ലെങ്കിൽ ഈ സ്ത്രീ ആയിരിക്കും ഇട്ടിട്ട് പോകുന്നത് എന്ന് കരുതുക, അതല്ലെങ്കിൽ ഈ പ്രീടം എഗ്രിമെന്റ് ഒരു ഉഭയകക്ഷി കരാർ വിവാഹത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപേ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ 150 കോടിയോളം പോപ്പുലേഷൻ ആകാൻ പോകുന്നു ഇന്ത്യയിൽ. ഇവിടെ ഒരാൾക്കും ഇപ്പൊ ആകെ ഒരു ആശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ ഗോവയിൽ അവിടെ പോർച്ചുഗീസ് ഭരണമായിരുന്നു പണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയായിട്ട് വന്നിട്ടുള്ള ചില നിയമങ്ങൾ അനുസരിച്ച് ഗോവയിൽ മാത്രം നിലവിൽ ഈ ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിച്ചാൽ അവിടെ ഈ പ്രീനപ്പ് കരാറുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ത്യയിലെ സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടെ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. കാരണം ഈ വിവാഹത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഏത് തരം കേസിന് പോയാലും ഒക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് നിയമം നിൽക്കുന്നത്. അവിടെ തെറ്റും ശരിയും ആരുടേതാണ് എന്നൊന്നും ഈ പെണ്ണ് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെയോ, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നിട്ടോ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നീട് അവൾക്കോ അല്ലെങ്കിൽ അവൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ജീവിതകാലം മുഴുവൻ ചെലവിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇയാളുടെ പകുതി സ്വത്തും ഒക്കെ ആയിട്ടേ ഇവർ പോവുകയുള്ളൂ. അതായത് സ്ത്രീക്ക് എപ്പോഴും ലാഭമാണ്. ഇനി നേരെ മറിച്ച് ഒരു പുരുഷന് വിവാഹത്തിന് ശേഷമാണ് ഈ പെണ്ണ് ശരിയല്ല എന്ന് തോന്നിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യക്കുറവ് മൂലം അയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലും അയാളുടെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം അല്ലെങ്കിൽ ഈ പെണ്ണിന് ചെലവിന് കൊടുത്തുകൊള്ളണം എന്നുള്ള ഒരു ചുമതല ഈ പുരുഷന്റെ തലയിൽ വരികയാണ്. ഇവിടെ പെണ്ണുങ്ങൾക്ക് തുല്യത വേണം, അല്ലെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളും ആണുങ്ങൾക്കൊപ്പം സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ പലപ്പോഴും സ്ത്രീകൾക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരുടെ കുടുംബസ്വത്ത് നല്ല രീതിയിൽ ഉണ്ടെങ്കിലും ഇതൊന്നും മുഖവിലേക്ക് എടുക്കാറില്ല. ഈ പുരുഷൻ എന്തുണ്ടോ അതിന്റെ നല്ലൊരു ഭാഗം കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ മാസവും ഇത്ര രൂപ കൊടുക്കുക. ഇനി ഈ ഭാര്യയും ഭർത്താവും എങ്ങനെയാണെങ്കിലും ഇവർക്കുണ്ടാവുന്ന മക്കള് എന്ന് പറയുന്നത് ഈ പുരുഷന്റെ ഏറ്റവും ദയനീയമായ ആവശ്യങ്ങൾ പോലും കോടതി അതിനൊക്കെ നേരെ കണ്ണടക്കുകയാണ്. അതായത് മിക്കവാറും അമ്മമാരുടെ കൂടെ ആയിരിക്കും മക്കളെ വിടുക. ഒരുപാട് കോടതി കയറി ഇറങ്ങിയാൽ ഇത്ര നാളത്തേക്കൊക്കെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് നിർത്താൻ, അപ്പോഴേക്കും ഈ പറയുന്നത് പോലെ അച്ഛനെതിരായിട്ടുണ്ടാവും മക്കള്. ഭൂരിഭാഗം കേസുകളിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ മൂലം പുരുഷന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും, അതാണ് ഇവിടെ പോയിന്റ്. അതായത് പുരുഷന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടുന്നത് എപ്പോഴും ഭൂരിഭാഗം കേസുകളിലും പുരുഷന്മാർ തന്നെയായിരിക്കും. അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നതിന് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ പിന്നെ ഒരുമിച്ച് ജീവിച്ചേക്കാം, വിവാഹം ഒന്നും വേണ്ടാതെ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ഇങ്ങനെയൊക്കെ ജീവിച്ചേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവിടെയും പ്രശ്നമാണ്. കാരണം പുരുഷന് ഇവള് ശരിയല്ലെന്നോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അയാൾ പിന്മാറിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് കേസ് കൊടുക്കാം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഒരു തരത്തിലും ആണുങ്ങളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ്. ഇതേപോലെ പുരുഷനാണ് തിരിച്ച് കേസ് കൊടുക്കുന്നതെങ്കിലോ അയിന് എന്നുള്ള ചോദ്യം തന്നെ, അല്ലെങ്കിൽ അതൊക്കെ വലിയ കോമഡിയാണ്. അതിനെന്താ, സ്ത്രീയുടെ ഭാഗത്ത് മാത്രമേ ശരിയുള്ളൂ, അവകാശങ്ങളുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ അത്യാവശ്യമായിട്ട് വരേണ്ട ഒരു നിയമം എന്താണ്? ഈ ലിവിങ് ടുഗദറിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, വിവാഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ
ഉഭയകക്ഷി കരാറുകൾ അനുസരിച്ച് ഒരു പ്രീനപ്പ് കരാറുകളൊക്കെ തയ്യാറാക്കിയിട്ട് അതിന്മേൽ ഈ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കണം. അതിവിടെ സമ്മതിക്കത്തുമില്ല, അതിന് വാലിഡിറ്റി ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് കാര്യമുണ്ട്, അങ്ങനെ ചിലത് ഉണ്ടാക്കി വെച്ചോളൂ, അല്ലെങ്കിൽ പല ധനികരും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ കോടതിയിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ കണക്കായിരിക്കും. ഇനി കയ്യിൽ കാശുള്ളവർക്ക് ഒരു പക്ഷേ പിന്നെയും ഇതൊക്കെ കൊണ്ട് പിന്നെയും പ്രയോജനം ഉണ്ടായിരിക്കാം. സാധാരണക്കാരുടെ കാര്യം ഗോവിന്ദ എന്നുള്ള രീതിയിലാണ്. കേരളത്തിലെ പല പെൺകുട്ടികളും വിവാഹത്തിന് തയ്യാറാകുന്നില്ല, അതുകൊണ്ട് യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമൊക്കെ ഇവിടെ വലിയ വാർത്തയായിട്ട് ആഘോഷിക്കപ്പെടുമ്പോഴും, അതുകൊണ്ട് തന്നെ കിട്ടുന്നത് എങ്ങനെയുള്ളതാണെങ്കിലും കുഴപ്പമില്ല, കെട്ടിയേക്കാം എന്ന് കരുതി നടക്കുന്ന ആണുങ്ങൾ വരെയുണ്ട്. പക്ഷേ കെട്ടിയാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ്. കാരണം നിയമങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ പണ്ട് സോക്രട്ടീസ് പറയുമായിരുന്നു, എന്തായാലും വിവാഹം കഴിക്കുക, ഭാര്യ നല്ലവളെങ്കിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ ദാർശനികനാവുക. പുള്ളി ഒരു ദാർശനികനായിരുന്നു. അപ്പോൾ അതൊരു തത്വവും അതേപോലെ ഒരു കോമഡിയുമായിരുന്നു. എന്നാൽ ഇന്ന് സോക്രട്ടീസ് ഉണ്ടെങ്കിൽ പുള്ളി പറയേണ്ടത് എന്തായാലും വിവാഹം കഴിക്കുക, ഭാര്യ നല്ലവളെങ്കിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കുക. ഇതാണ് അവസ്ഥ. ഇന്ത്യയിലെ അവസ്ഥ ഇതാണ്. പണ്ടത്തേതുപോലെയല്ല. സ്ത്രീകൾക്ക് ഇന്ന് സ്വന്തമായി വരുമാനവും, അല്ലെങ്കിൽ അവർ തന്നെ വിവാഹം കഴിക്കുന്നത് നേരത്തെ കഴിക്കുന്നില്ല, അവർ വൈകിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് പുരുഷന്മാരുടെ വിവാഹപ്രായം ഉയരുന്നത്. അതുപോലെ പെണ്ണ് കിട്ടാത്ത അല്ലെങ്കിൽ ആണ് കിട്ടാത്ത അവസ്ഥയൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. ഭൂരിഭാഗം യുവാക്കൾക്കും അവർ ഐശ്വര്യ റായിമാരായിട്ട് കരുതുന്ന കുറേ പേരെ തന്നെ വേണം. അല്ലെങ്കിൽ അവനവന് പറ്റുന്ന ഒരെണ്ണം പോരാ അവർക്ക് ആർക്കും. ആണുങ്ങൾക്കെല്ലാം സൗന്ദര്യമുള്ള പെൺകുട്ടികളെ വേണം. ഇനിയിപ്പോൾ സ്ത്രീകളാണെങ്കിലും അവർക്കെല്ലാം ഏറ്റവും നല്ല ജോലിയുള്ള അല്ലെങ്കിൽ നല്ല വരുമാനമുള്ളയാളെ വേണം. ഇങ്ങനെയുള്ള ഡിമാൻഡുകളും കൂടി ഇട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉള്ളത്. വാസ്തവത്തിൽ ഇല്ലാത്തൊരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഫാക്റ്റുകൾ അനുസരിച്ച് അത് എന്താണെന്ന് നോക്കാതെ അടിസ്ഥാനരഹിതമായി ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പലരുടെയും ജീവിതം വിവാഹം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ തകർന്നു പോയതും, ഇത്തരം നിയമങ്ങളൊക്കെ വരുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇപ്പോൾ ആളുകൾ പറയല്ലോ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേ ഡൈവേഴ്സ് ആണ്, അല്ലെങ്കിൽ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് എന്തുകൊണ്ടാണ് ഈ വിവാഹമോചനങ്ങൾ കുറവായിരുന്നത്? പണ്ട് സ്ത്രീക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഭർത്താവിന്റെ ചവിട്ടും തൊഴിയും കൊണ്ട് അവിടെ കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവൾക്ക് പുറത്തിറങ്ങിയിട്ട് സ്വന്തമായി ജീവിക്കാനോ അല്ലെങ്കിൽ ഇന്നത്തേതുപോലെയുള്ള സാഹചര്യങ്ങളില്ല. അതുകൊണ്ടാണെന്ന് വിവാഹമോചനങ്ങൾ ഇല്ലാതിരുന്നത്. ഇന്ന് വിവാഹമോചനങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഒരു പരിതസ്ഥിതി ഉണ്ട്. സ്ത്രീയുടെ ഭാഗത്ത് ന്യായമുള്ള കേസുകളായിരിക്കാം ഭൂരിഭാഗവും. പക്ഷേ പുരുഷന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അതിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാത്തൊരവസ്ഥ. ഒരു വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് അയാൾ അധ്വാനിക്കുന്നതിൻ്റെ പകുതിയും അല്ലെങ്കിൽ അയാളുടെ കുടുംബസ്വത്തിൻ്റെ നല്ലൊരു ഭാഗവും ഒക്കെ ഈ വേർപിരിഞ്ഞു പോയ ഭാര്യയ്ക്കും അല്ലെങ്കിൽ അവർക്ക് ചിലവായിട്ട് കൊടുക്കുകയും ചെയ്യണം. എന്നാൽ സ്വന്തം രക്തത്തിലുണ്ടായ മക്കളെ ഒന്ന് കാണാൻ പോലും കഴിയാതെ അതിനും അവരുടെ കാല് പിടിക്കേണ്ടി വരുന്ന, നേരെ മറിച്ച് ഈ പറയുന്ന സ്ത്രീ അവരുടെ വേറെ ആരുടെയെങ്കിലും കൂടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഇങ്ങനെ വലിച്ചു ചീന്തപ്പെടുന്ന പുരുഷന്മാരുടെ ജീവിതം ഇവിടെ സമൂഹം ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പല പെൺകുട്ടികളും വിവാഹത്തിന് അവർക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ വേറൊരു കണ്ടീഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വിവാഹത്തിന് ശേഷം ഇവിടെ പല ആളുകളും കോടതി കയറി ഇറങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിൻ്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കേസുകളൊക്കെ ചോദിക്കുക. ഇതുപോലെയുള്ള കുറച്ച് അഡ്വക്കേറ്റുമാരുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കണം, സൗഹൃദം ഉണ്ടായിരിക്കണം. പോലീസുകാർ, അഡ്വക്കേറ്റുമാർ, ഡോക്ടർമാർ, ഇങ്ങനെ കുറച്ച് ആളുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് സൗഹൃദങ്ങളുള്ളത് നല്ലതാണ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പല ഫീൽഡിൽ നിന്നും പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ കോടതി കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പല പുരുഷന്മാരും വിവാഹത്തിന് ഇറങ്ങുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കണമെന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനില്ല, നല്ലവളെങ്കിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ അകത്ത് കിടക്കുക, അതാണ് അവസ്ഥ. പക്ഷേ ഈ പറയുന്നതിനൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോഴും പുരുഷന്റെ ഭാഗത്താണ് ന്യായമെങ്കിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാ പുരുഷന്മാരും ശരിയാണെന്നല്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്ത്രീകളെല്ലാം ശരിയാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത് പോലെ തന്നെ പുരുഷന്മാരും ഭൂരിഭാഗം നല്ലൊരു ഭാഗം ആളുകളും വെറും ഉടായ്പകളാണ്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതിന്റെ കാരണം നമുക്കറിയാം. പുരുഷന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ എല്ലാ പുരുഷന്മാരും അവരെല്ലാം നിരപരാധികളാണ്, സ്ത്രീകൾ ഇവരെ ഇട്ട് ഇങ്ങനെ പിഴിയുന്നതാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. ഇപ്പൊ ബാംഗ്ലൂർ നടന്ന ആ ഒരു കേസ് തന്നെ ചിന്തിച്ചു നോക്കുക. അതായത് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ IT ഫീൽഡിൽ ലക്ഷങ്ങളൊക്കെ സാലറി മേടിക്കുന്ന ഒരു ടെക്കിയാണ്. അപ്പോൾ അയാൾ ആ അത്രയും പൊസിഷനിൽ എത്തണമെങ്കിൽ പ്രത്യേകിച്ച് IT ഫീൽഡിലെ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രമാത്രം മനസാന്നിധ്യമുള്ള ഒരാളായിരിക്കണം. എന്നിട്ട് പോലും ഈ പറയുന്ന വിവാഹത്തിന് ശേഷം ഈ ഭാര്യ പോയിട്ട് വെറുതെ കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കാശ് ചോദിക്കുകയാണ്. കാശ് കൊടുത്തില്ലെങ്കിൽ
കള്ളക്കേസ് കൊടുക്കും. അങ്ങനെ ഒരുപാട് കേസുകൾ പല വകുപ്പുകൾ അനുസരിച്ച് കൊടുത്തിട്ട് ഇയാളുടെ അപ്പനും അമ്മയ്ക്കും പോലും ജീവിക്കാൻ വയ്യ, സഹോദരന്റെ കുടുംബത്തിനും പോലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. കാരണം എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുകയാണ്. ഇവർക്ക് ജസ്റ്റ് ഒരു ഫോൺ കോളിന്റെ കാര്യമുള്ളൂ. പണ്ട് നമുക്കറിയാം, ഇങ്ങനെ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വാറന്റ് ഇല്ലാതെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയതാണ്. ഇപ്പോഴും ഉണ്ടോ എന്നൊന്നും അറിയില്ല. നേരെ കുറച്ച് പുരുഷനാണെങ്കിലോ, എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ഭാര്യ ഇച്ചിരി ജിമ്മിലൊക്കെ പോകുന്ന ആളാണെന്ന് വിചാരിക്കുക, എന്നിട്ട് ഭർത്താവിനെ ഇട്ട് ചവിട്ടി കൂട്ടിയാലും പരാതിപ്പെട്ടാലൊക്കെ അതൊക്കെ ഒരു കോമഡിയാണ്. നേരെ മറിച്ച് ഈ സ്ത്രീ എന്നെ ഒന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതി, തീരുമാനമാകും. അപ്പോൾ ഈ പറയുന്ന അതുൽ സുഭാഷ് എന്ന് പറയുന്ന ആള് എന്തോ ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ട് ഇയാൾ പോയി ആത്മഹത്യ ചെയ്തു. പിന്നീടാണ് ഈ പേരിന് ഒരു അറസ്റ്റൊക്കെ നടക്കുന്നത്. അയാൾ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം. അയാൾ പറയുന്നത് ഇനി അപ്പനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഫാമിലിയെങ്കിലും മനസമാധാനമായിട്ട് ജീവിക്കട്ടെ, ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സത്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇയാൾ പോയി പരിപാടി ചെയ്തതെന്നാണ് പറയുന്നത്. ആ കേസ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇനി ഭാവിയിൽ എന്താണ് ഇതിൻ്റെ ബാക്കിയാവുക, അല്ലെങ്കിൽ ന്യൂസുകൾ പുറത്തു വരിക. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുണ്ട്. എന്നാൽ സമൂഹത്തിൽ ഇത് വരുന്നില്ല. ഈ പറയുന്ന ആള് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു, അയാൾ പോയി ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് ഇത് രാജ്യത്ത് പിന്നെയും ചർച്ചയായി, അല്ലെങ്കിൽ ബാംഗ്ലൂരും കർണാടകയിലും ഒക്കെ ഇത് നല്ല രീതിയിൽ വാർത്തയായി. പക്ഷേ കോടതി കയറി ഇറങ്ങുന്ന, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ജീവിക്കുന്ന ഈ പറയുന്ന പുരുഷന്മാരുടെ ഒന്നും കാര്യങ്ങൾ വാർത്തകളാകുന്നില്ല. ഇവർക്ക് എന്ത് എളുപ്പമാണ്, ഇങ്ങനെ കേസ് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പെണ്ണ് ഇറങ്ങി പോരാനും പറ്റുമെന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു വിവാഹം കഴിച്ചു, ഇത് വേണ്ടെന്ന് തോന്നിയാൽ വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യവും പുരുഷൻ ഇല്ലാത്തൊരവസ്ഥ. പലരും ഇതുപോലെ വിവാഹമോചനത്തിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഈ പറയുന്ന ഇവര് വിവാഹമോചനം കൊടുക്കില്ല, ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും, കോടതി കയറ്റി ഇറക്കിക്കൊണ്ട്. അതായത് ഒരു തീരുമാനവും ആക്കില്ല. പുരുഷന് വിവാഹമോചനം കൊടുത്തിട്ട് അയാൾക്ക് വേണ്ട വേറെ പോയി കെട്ടാനായിട്ട് ഇവർ സമ്മതിക്കില്ല. കോടതിയിൽ ഈ കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. ഇതെല്ലാം മുതലെടുക്കാനായിട്ട് ഈ ചോര കുടിക്കുന്നവർ എന്ന് പറയാവുന്നത് പോലെ കുറെ വക്കീലന്മാരുണ്ട്. പലപ്പോഴും ഈ രണ്ട് കക്ഷികളുടെയും വക്കീലുമാർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ യോജിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം, അപ്പോൾ നമുക്ക് മാക്സിമം കാശ് കിട്ടും. അതിപ്പോൾ ഈ കുടുംബകാര്യങ്ങൾ മാത്രമല്ല, ബാക്കി ഏത് കേസുകളിലും ഇങ്ങനെ ഒരു കാര്യമുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ഈ അന്തർധാര സജീവമാണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ അഡ്വക്കേറ്റുമാരും ഇങ്ങനെയാണെന്നൊന്നും അല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള പുരുഷന്മാരാണ്, അവരാണ് 99%. അല്ലാതെ അത്യാവശ്യം നല്ല പണമുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റികളോ സ്വാധീനമുള്ളവരോ ഇങ്ങനെയൊക്കെയുള്ള പുരുഷന്മാരാണെങ്കിൽ പിന്നെയും അവർക്കും നിയമം ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വേറെ കാര്യം. എങ്കിൽ പോലും ഇപ്പോൾ ഒരു വിവാഹത്തിനൊക്കെ ശേഷം ഈ പറയുന്ന സ്വാധീനം, പണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പച്ചയ്ക്ക് ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെയും ഇതിനെയൊക്കെ ചെറുക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ പറയുന്ന സ്ത്രീ ഒരു പണി തന്നേക്കാം എന്ന് കരുതിയാൽ കിട്ടിയത് തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നും വേണ്ട. ഇപ്പോൾ അമേരിക്കയിൽ ജോണി ഡെപ്പ് പോലും കടന്ന് വെള്ളം കുടിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ, ചിലർക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, അനുഭവങ്ങളൊക്കെ പറയാനുണ്ടാകും. അതൊക്കെ കമന്റിൽ അറിയിക്കുക. നിങ്ങൾ കാര്യമായിട്ടുള്ള ഒരു കമന്റ് ആണ് ഇടുന്നതെങ്കിൽ അത് ഒരുപാട് പേര് അറിയും. അതൊരു അവസരവും കൂടിയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.